ഇനി വേണോ? വേണ്ട മതി. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. മാഷ് എത്ര കാലമായി ഇപ്പൊ ഈ ഡാൻസ് രംഗത്തേക്ക് വന്നു? ഇപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞു വരുമ്പോ ഒരു 32 years ആയി. 32 വർഷത്തോളമായി. ഓ, 32 വർഷമായല്ലേ? ഏതൊക്കെ തരത്തിലുള്ള ഡാൻസ് അപ്പൊ നമ്മള്? ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ 6 വർഷം ഞാൻ കലാമണ്ഡലത്തിലുണ്ടായിരുന്നു. ഓ, പിന്നെ പൂനെയിൽ 7 year ഉണ്ടായിരുന്നു. പിന്നെ കഥക്ക് കുച്ചിപ്പുടിയൊക്കെ ആയിട്ട് ഞാൻ ബോംബെയിലായിരുന്നു 6 വർഷമേ. അതെല്ലേ? അങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ ഒരു 24 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽഡിൽ എന്ന് പറയുമ്പോൾ. മഞ്ജുവിന് ഞാനാണ് പഠിപ്പിച്ചത്. മഞ്ജു മീൻസ് അറിയില്ല? മഞ്ജു വാര്യര്. നേരത്തെ മാഷിനെ കാണേണ്ടതായിരുന്നു. ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ബോംബെയിൽ സെറ്റിൽ ചെയ്തിരിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ നാട്ടിലേക്ക് ഡാഡിയുടെ ഒരു നിർബന്ധത്തിന്റെ പേരിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാഗ്യമായി, നിങ്ങളുമായിട്ട് കാണാൻ പറ്റി, നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റി. ഇതിപ്പോ മാഷേ നമുക്ക് ഇതിപ്പോ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓ, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ ബോംബെയിൽ നമ്മുടെ ബച്ചന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലിയെ. ആരുടെ? അമിതാഭ് ബച്ചൻ ഇല്ലേ? ഓ, പുള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി. ആ ഫാമിലിക്ക് അമിതാഭ് ബച്ചന്റെ ഫാമിലി ആയിട്ട് ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. അതിൽ വലിയൊരു പണക്കാരനാണെന്നുള്ള മോഹം കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനതിൽ മത്സരിച്ചു. 1.5 കോടി CR ആണ് അവർക്ക് കിട്ടിയത്. 1.5 കോടി. ഇത് 1 കോടിയുടെ ഫ്ലാറ്റാ. ഓഹോ, അപ്പൊ അതിനുള്ളത് പഠിപ്പിച്ചാൽ മതി ഇവിടെ. ഓക്കെ ഓക്കെ, അതെല്ലാം ഞാൻ പഠിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഓക്കെ, അപ്പൊ അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്സുകളുണ്ടോ എന്ന് കാണിച്ചേ. എല്ലാം അറിയാം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അല്ല, അവൾക്ക് ഡാൻസ് ഒക്കെ അറിയാം. മറ്റേ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അത് മാഷെ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഓട്ടംതുള്ളല് കളിച്ചിട്ടുണ്ട്. അയ്യോ മതിയല്ലോ. പക്ഷെ ഈ റിയാലിറ്റി ഷോയ്ക്ക് നമുക്ക് ഓട്ടംതുള്ളൽ പറ്റില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് 1-2 പീസസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവൾക്ക് എന്തൊക്കെയാണ് അറിയാന്നുള്ളത് മാഷക്ക് മനസ്സിലാവുമല്ലോ. ഉള്ളറിയാൻ പറ്റുമല്ലോ നമുക്ക്. അതാണ്. അതൊന്ന് ചെയ്യും. കാണിക്കട്ടെ? കാണിച്ചോളൂ. എപ്പോഴും തട്ട് കുമ്പിട്ടിട്ട് വേണേ ചെയ്യാവുള്ളൂ കേട്ടോ. എന്താ? തട്ട് കുമ്പിട്ട് ചെയ്തതിന് ശേഷമേ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഐശ്വര്യം ആയിക്കോളൂ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉൾക്കടരോഷമി എന്നതകരുടെ നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ, നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ. ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്റ്റെപ്പ് റിയാലിറ്റി ഷോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ക്ലാസിക്കലിന്റെ അകത്തേക്ക് സിനിമാറ്റിക്കും വെസ്റ്റേണും കൂടെ മിക്സ് ചെയ്ത് കയറ്റണം. പിന്നെ അവർക്ക് ഈ അതിൽ കൂടുതൽ കാണുന്നത് മറ്റേ ബ്രേക്ക് ആണ്. ആ ബ്രേക്ക് ഇതിൽ വരും. ഇതിൽ ഞാൻ ബ്രേക്ക് ഇടുന്നുണ്ട് ഞാൻ ഇതിൽ ബ്രേക്ക്. ഓക്കെ, അപ്പൊ അതങ്ങ് ചെയ്യാം. പിന്നെ ക്ലാസിക്കലായിട്ട് വേറെ ഏതാ പഠിച്ചിട്ടുള്ളത്? ഒരു 4 pieces അത്ര മതി. ഒരു സ്റ്റെപ്പ് അറിയാം. കാണിച്ചോളൂ. ഇത് മതിയല്ലോ. ഇത് നന്നായിട്ടുണ്ട്. ഇത് മതി. ഇതിനുള്ളിലേക്ക് വേണം നമുക്ക് സിനിമാറ്റോട് മിക്സ് ചെയ്തിട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങൾ ഫാമിലീസ് ആയിട്ടല്ലേ? അതെ, പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് മാഷേ. എന്താ? ഇവൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡാൻസിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവളത് നന്നായിട്ട് ചെയ്യും. ഓഹോ, ഈ ഡാൻസിന് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് താളല്ലേ? താളാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ആ താളില്ല. താളില്ല? ഇല്ല. ഇപ്പൊ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായി. അപ്പൊ താളം തെറ്റും. സാരമില്ല, ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനത് റെഡിയാക്കി തന്നിട്ട് ഇവിടുന്ന് പോകും. അതുപോലെ ഏട്ടന് ഞാനൊരു സ്റ്റെപ്പ് പഠിപ്പിച്ചു. ഇവിടെ കാണിക്കാൻ പാടില്ല. ഒന്ന് കാണിക്കും നോക്കട്ടെ. മാഷ് കാണിച്ചു തരുമ്പോ ഞാൻ കാണിച്ചാ പോരെ? നോ 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 നോ. ഉള്ളിൽ കിടക്കുന്നത് ആദ്യം പുറത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ തരുന്നത് അകത്തെടുത്തിട്ട് പിന്നെ അത് പുറത്ത് തരണം. മുണ്ട് മടക്കി കുത്തരുത്, അത് ഐശ്വര്യക്കേടാണ്. അതാണ്. അങ്ങനെയല്ല, നമ്മുടെ സ്റ്റേജിന്റെ താഴെ ഓഡിയൻസും ഒക്കെ കാണുമല്ലോ. ഒരിക്കലും മടക്കി കുത്തി നിന്ന് ചെയ്യരുത്. മതി മതി. വിരലുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫിംഗേഴ്സ്. നമ്മുടെ ഫിംഗേഴ്സിൽ ഓരോ മുദ്രകളുണ്ട്. അപ്പൊ ഫിംഗേഴ്സ് എപ്പോൾ വെക്കുമ്പോഴും വിടർന്ന് നിൽക്കണം. ഇത് തേങ്ങ ഇടുന്ന പോലെ അതല്ല, എളിയിൽ കൈവെക്കും. അങ്ങനെ 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 വെച്ചിട്ട് വേണം കാണിക്കാൻ കേട്ടോ. കാണിച്ചോളൂ. 1 2 3 സ്റ്റാർട്ട്. ആഹാ, ഓഹോ, മതി മതി, നന്നായിട്ടുണ്ട്. ഇരിക്കൂ. കൊള്ളൂല്ലേ? ഇത് ഞാൻ കുറച്ചുകൂടി നന്നാക്കി തരാം. ഇതിപ്പോ വൈഫ് പഠിപ്പിച്ചതന്നല്ലേ ഉള്ളൂ. പക്ഷെ ആ പഠിപ്പിച്ചതിൽ ഇത്രയും കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ലക്കി ഗേൾ ആണ് നിങ്ങൾ. കാര്യം ഇങ്ങനെയുള്ള ഒരാളെ തന്നെ കിട്ടിയതില്ല. ഇനി നേരത്തെ കാണിച്ച ആ സ്റ്റെപ്സ് ഒന്നുകൂടെ കാണിച്ചിരുന്നു. നമുക്ക് അതിൽ വേണം ഈ സിനിമാറ്റിക് മിക്സ് ചെയ്യാൻ. അതാണ്. നന്നായിട്ട് കളിക്കേ. അല്ല, കൈ വിടർന്ന് മേളിൽ വരണം.
ഇങ്ങനെയോ? അങ്ങനെ വരണം, അങ്ങനെ വരണം. അതൊന്നുകൂടെ കാണിച്ചു. താഹതജം തരിതാ ദിത്തഗജം തരിതേ. മേളില് അങ്ങനെ നിൽക്കണം. ഇത് താന്ന് പറയണം. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ നല്ല ഇതായിട്ട് നിൽക്കും. ഇതുണ്ടോ? അങ്ങനെ നേരെ പിടിക്കേ, മാഷ് കാണിച്ചു തരുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫിഗർ നമ്മുടെ പക്ഷെ നമ്മളിപ്പോ ഈ ഡാൻസിലാണോ നമ്മൾ ഈ വെസ്റ്റേൺ മിക്സ് ചെയ്യാ? ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ പോകൂ. എന്തോ? അല്ല, മിക്സ് ചെയ്ത് തന്നിട്ടേ പോകൂ. നിങ്ങൾ പേടിക്കണ്ട, അവിടെ ഇരുന്നുള്ളൂ. ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. നമ്മുടെ ഫിംഗേഴ്സ് വിടർന്ന് നിൽക്കട്ടെ. ഈ ഫിംഗേഴ്സിലൊക്കെ ഓരോരോ അർത്ഥങ്ങളാണ്. ഇത് കണ്ടോ? കൈ പൊക്കി പിടിക്കൂ. എന്തിനാ എന്താ കാണിക്കുന്നത്? എന്താ ഇത്? മാഷല്ലേ, വേറെ ആരും അല്ലല്ലോ. മാഷ് പറഞ്ഞു തരുന്നത് പോലെ ചെയ്യണ്ട ജമന്തി. നോക്കൂ, ഇപ്പൊ ഒരു മ്ലാനതയില്ലേ കാണാനായിട്ട് മൊത്തത്തില്? ഈ നോട്ടൊക്കെ ഒന്ന് നോട്ടം. ഇതാണ് നോട്ടം. അവിടേക്ക് കയ്യിലേക്ക് ഒന്ന് നോക്കിയേ. അതന്നെ. ഇനി താഴത്തെ കയ്യിലേക്ക് ഒന്ന് നോക്കിയേ. ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ വിരൽ ഇച്ചിരി കൂടെ ഹൈറ്റ് എടുക്കും. ഇങ്ങനെ അങ്ങ് നിൽക്കും. അതാണ്. അവിടെ ഇരുന്നോളൂ. ഇങ്ങനെ നിന്നോളൂ. നമ്മുടെ ഓരോ മുദ്രകൾക്ക് നമുക്ക് അതിൻ്റെതായ ഒരു ഇതുപോലത്തെ അതാണ്. ശ്രദ്ധിക്കുന്നില്ല കുട്ടി. അതാണ് കണ്ട കൈ ഉണ്ടല്ലേ? ഇപ്പം നമ്മൾ മേളിലേക്കൊന്ന് നോക്കിയേ. ആ മറ്റേ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കും. നമ്മൾ ശൃംഗാരഭാവം കൊടുത്തിട്ടൊന്ന് നോക്കിക്കേ. എന്നെയല്ല, മേളിലേക്ക്, കയ്യിലേക്ക്. കണ്ടോ? ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് നമ്മൾ. എന്റെ മുഖത്തോട്ട് നോക്കിയിരുന്നാൽ എങ്ങനെയാണ് ജമന്തി? അങ്ങോട്ട് നോക്ക്. അതെ, എന്താ ഇത്? ഉണ്ടോ? ഇനി സ്റ്റെപ്സുകൾ എടുക്കൂ. ഒരു സ്റ്റെപ്സ് വെച്ച് നേരത്തെ ചൊല്ലിട്ടെ. ഏത് താഹ? താഹ അല്ല, താഹ. ഉള്ളിലായിരിക്കണം ഉച്ചാരണം. കാല് പുറകോട്ട് എടുക്കും. ഞാൻ ചൊല്ലാവേ. താഹ. കണ്ടോ? താഹ താഹ താഹ. എന്താ മാഷേ? ഞാനല്ല. Alien versus Alien.